ഇന്നൊരു സത്യനാരായണ വ്രത പൂജയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. പക്ഷേ ഫുള്ളായിട്ടില്ല കേട്ടോ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് പൂജ കഴിയാറായി. മക്കൾ വന്ന് എന്നെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ പൂജ കഴിയാറായി. അപ്പോൾ ഉള്ള വീഡിയോ ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളുടെ ആൾക്കാർ ചെയ്യുന്ന ഒരു സത്യനാരായണ വ്രത പൂജയാണിത് കേട്ടോ. അപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് മെയിനായിട്ട് ഇരിക്കേണ്ടത് ഈ പൂജയ്ക്ക്. പിന്നെ വീട്ടിലുള്ള ആണുങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ഇരിക്കാം. ഊണൂലിട്ട ആണുങ്ങൾ മാത്രം കേട്ടോ. ആരാണെങ്കിലും വ്രതം എടുത്തിട്ടാണ് ഈ പൂജയ്ക്ക് ഇരിക്കേണ്ടത്. പിന്നെ ഇതിന് പ്രത്യേക ഒരു നിവേദ്യമാണ് ചെയ്യുന്നത്. ഈ വ്രതം പൂജ എല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ. ഈ വ്രത പൂജ കൊണ്ട് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ പാപങ്ങളും നശിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ധർമ്മിഷ്ഠനാകുന്നു. പിന്നെ സന്താനമില്ലാത്തവർക്ക് ഇഷ്ട സന്താനലബ്ധി, പിന്നെ സന്താനങ്ങൾക്ക് സൽബുദ്ധി, ജോലിയില്ലാത്തവർക്ക് ജോലി, വീടില്ലാത്തവർക്ക് വീട്, ഇങ്ങനെ പോകുന്നു. സന്തോഷകരമായ ദാമ്പത്യം, പിന്നെ രോഗങ്ങളിൽ നിന്ന് വിമുക്തി എന്നിങ്ങനെ പോകുന്നു ഇതിൻ്റെ ഈ പൂജ ചെയ്താലുള്ള ഫലങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ മിക്ക വീടുകളിലും ഇങ്ങനെ സത്യനാരായണ വ്രത പൂജ ചെയ്യാറ് പതിവുണ്ട് കേട്ടോ. പിന്നെ എല്ലാ വ്രതത്തിനും ചെയ്യുന്നത് പോലെ ഒരു നേരം അരിയാഹാരം, അത് ഈ പൂജ കഴിഞ്ഞതിന് ശേഷമേ അരിയാഹാരം കഴിക്കാറുള്ളൂ. അതിനു മുമ്പ് അരിയുടെ ഒന്നും കഴിക്കാറില്ല. ഗോതമ്പോ ഫ്രൂട്ട്സോ പിന്നെ റവയോ അങ്ങനെയൊക്കെ അത് വെച്ചുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലി പിന്നെ കഥകൾ പറഞ്ഞു തരും. പിന്നെ കഥ വായിച്ചതിന് ശേഷം നമ്മൾക്ക് അത് കഥയൊക്കെ പറഞ്ഞ് തരാറുണ്ട്. സംശ്രേഷ്ഠം ധനം ഭയം സമാഗ്രതമസ്മഭ്യം കാമരണസ്യ സർവോപചാരാം സമർപ്പയന്തു. ഇമാ പശ്യവതമാ ഇമാ സർവസ്വേഷ ഇമാ രാക്ഷസ नमस्कार नमस्कार. यानि कानि पापानि जन्मान्तराणि च तानि तानि च विनश्यन्ति प्रदक्षिणपदे पदे. नमो लक्ष्मीनारायणाय. केक सिस्टम ज़्यादा ചോദിക്കുന്നു. അത്രേ കാൾ മോഗ്രെ മാള അത്ര കട ഈ പൈസ കാണ് കട മോഗ്രെ അനെ മാള പോണം. മോഗ്രെ മാള ഉണ്ടാക്കുണ്ടോ ചോദിച്ച. ഇതാണ് നിവേദ്യമായിട്ട് പ്രസാദമായിട്ട് വെച്ചിരിക്കുന്നത്. കടല വേവിച്ചിട്ട് കുരുമുളകും പറ്റൽമുളകും കറിവേപ്പിലയും തേങ്ങയെല്ലാം കൂടെ ഇട്ട് കടുവറുത്ത് ഇട്ടുന്നത്. പിന്നെ ഇതാണ് സ്പെഷ്യൽ നിവേദ്യം കേട്ടോ. ഇത് ഗോതമ്പ് റവയുടെ കുഞ്ഞ് പോലത്തെ റവ പോലിരിക്കുന്ന ഗോതമ്പ് റവ വെച്ച് പാലും നെയ്യും പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്ന നിവേദ്യമാണ് കേട്ടോ. ഈ പൂജയ്ക്ക് മാത്രമേ ഞങ്ങൾ ഈ നിവേദ്യം ചെയ്യാറുള്ളൂ. ഈ പൂജയ്ക്ക് ഈ നിവേദ്യമാണ് നിർബന്ധം. പിന്നെ കഴിക്കാനായിട്ട് ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ചേനയുടെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഏത്തക്ക ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കടല ഉണ്ടായിരുന്നു, പിന്നെ നേരത്തെ പറഞ്ഞ നിവേദ്യം ഉണ്ടായിരുന്നു. ഒത്തിരി ഐറ്റങ്ങൾ കാണും കേട്ടോ. ഈ ചെല്ലുന്നവരൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഫ്രൂട്ട്സോ പൂക്കളോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ എല്ലാവരും കൂടെ കൊണ്ടുവരുമ്പോൾ ഒത്തിരി ഐറ്റങ്ങൾ കാണും. അപ്പോൾ അതെല്ലാം കൂടെ മുറിച്ച് പീസാക്കി നമ്മൾ സാധാരണ എല്ലാവർക്കും കൂടെ വിതരണം ചെയ്യും. ശരീരത്തിലേക്ക് കർക്കടക मंदू ना मन काट ले भाई खेलने में काट ले भाई
അപ്പോൾ അവന്മാരും ചേട്ടനൊന്നും വന്നില്ലായിരുന്നു, അവർ കടയിലാണ്. അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് പോയി. അപ്പോൾ എനിക്ക് അവർക്കുള്ള നിവേദ്യങ്ങളൊക്കെ എനിക്ക് പൊതിഞ്ഞ് വേറെ തന്നായിരുന്നു. ഇനിയും കുറേ നിവേദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.